ഹലോ A4 മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. മലബാറിൻ്റെ സ്വന്തം ചരിത്രകാരൻ, മലബാറിൻ്റെ ചരിത്രം രചിച്ച വില്യം ലോഗനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ മഹാഗ്രന്ഥത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ. മലബാറിൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും അറിയാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളും പണ്ഡിതരും എക്കാലവും ആശ്രയിക്കുന്ന ഒരു ഗ്രന്ഥം രചിച്ച ഈ മലബാറുകാരനെയല്ല, മലയാളിയോ ഇന്ത്യക്കാരനോ പോലുമല്ല, മറിച്ച് സ്കോട്ട്ലാൻഡിലെ ഒരു മലയോര ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന വെള്ളക്കാരനാണ് ഇദ്ദേഹം. പരമ്പരാഗതമായി കൃഷിക്കാരനായിരുന്ന ലോഗൻ കുടുംബത്തിലെ ഡേവിഡ് ലോഗൻ്റെയും എലിസബത്ത് ഫേസ്റ്റിയുടെയും മകനായ വില്യം ലോഗൻ. മലബാർ പോലെ കുന്നും മലയും നിറഞ്ഞ സ്കോട്ട്ലാൻഡിലെ ബർവിഷെയറിലെ ഫെർനിക്കാസ്ലിൽ 1841 മെയ് 17 വില്യം ലോഗൻ്റെ ജനനം. 1856 ഏറ്റവും ബുദ്ധിശാലിയായ വിദ്യാർത്ഥിക്കുള്ള ഡ്യൂക്ക് മെഡൽ കരസ്ഥമാക്കിയ ശേഷം എഡിൻബർഗ് യൂണിവേഴ്സിറ്റിയിൽ ചേർന്നു. ഇന്ത്യയിലെ സിവിൽ സർവീസ് പരീക്ഷ പാസ്സാവുക എന്നത് അദ്ദേഹത്തിൻ്റെ സ്വപ്നമായിരുന്നു. അക്കാലത്തെ പല ബ്രിട്ടീഷുകാരുടെയും സ്വപ്നങ്ങളിലുള്ള ഗ്ലാമർ പദവികളിലൊന്നായിരുന്നു സിവിൽ സർവീസ്. 1862 ഓഗസ്റ്റ് 16 വില്യം ലോഗൻ മദ്രാസ് സിവിൽ സർവീസിൽ നിയമനം നേടി. അതൊരു വൻ സംഭവം തന്നെയായിരുന്നു. കാരണം അതുവരെ ഇംഗ്ലണ്ടിലെ പ്രഭു കുടുംബങ്ങളിലെ അംഗങ്ങൾ ശുപാർശകളും മറ്റ് പരിഗണനകളും വഴി ആധിപത്യം പുലർത്തിയിരുന്ന മേഖലയാണ് സിവിൽ സർവീസ്. അതിലാണ് ലോഗൻ എന്ന സദാ കർഷക കുടുംബത്തിലെ അംഗമായ വില്യം ലോഗൻ സ്വന്തം കഴിവുപയോഗിച്ച് കയറിപ്പറ്റിയത്. മലയാളം, തെലുങ്ക്, തമിഴ് എന്നീ പ്രാദേശിക ഭാഷകൾ കൂടി പാസ്സായതോടെ 1864 വടക്കൻ ആർക്കോട്ട് ജില്ലയിൽ അസിസ്റ്റൻ്റ് കളക്ടറായി വില്യം ലോഗന് നിയമനം ലഭിച്ചു. അതേ വർഷം തന്നെ മലബാറിലേക്ക് സ്ഥലം മാറ്റം കിട്ടിയ അദ്ദേഹം പിന്നീട് മലബാറിൻ്റെ സബ് കളക്ടറായി ജോയിൻറ്റ് മജിസ്ട്രേറ്റായി. 1872 വില്യം ലോഗൻ ആനി സെൽബി ബുറലിനെ വിവാഹം കഴിച്ചു. ജന്മനാട്ടിൽ വച്ചായിരുന്നു വിവാഹം. തുടർന്ന് ഭാര്യയോടൊപ്പം ഇന്ത്യയിൽ മടങ്ങിയെത്തിയ അദ്ദേഹത്തിന് വീണ്ടും മലബാറിൽ നിയമനം കിട്ടി. 1873 വടക്കേ മലബാറിലെയും അതിനടുത്ത വർഷം തെക്കേ മലബാറിലെയും ആക്ടിംഗ് ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻ ജഡ്ജിയായി നിയമിക്കപ്പെട്ടു. 1875 മുതൽ മലബാർ കളക്ടറും ജില്ലാ മജിസ്ട്രേറ്റുമായതോടെ ലോഗന് മലബാറുമായുള്ള ആത്മബന്ധം ഏറെ തുടങ്ങുന്നത്. 1883 മുതൽ 1884 വരെ തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും ആക്ടിംഗ് റെസിഡൻ്റായി ലോഗൻ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സൈലൻറ്റ് വാലി ഉൾപ്പെടെയുള്ള അട്ടപ്പാടി പ്രദേശങ്ങൾ സ്വകാര്യ വ്യക്തികൾ കൈയടക്കാൻ ശ്രമിച്ചതിനെതിരെയുള്ള ലോഗൻ്റെ കേസ് വിജയിക്കുന്നത് ഈ കാലത്താണ്. സർക്കാരിനെതിരെ സ്വകാര്യ വ്യക്തികൾ ഫയൽ ചെയ്ത കേസ് വാദിച്ചത് ലോഗനായിരുന്നു. നിരവധി രേഖകൾ പഠിച്ച അദ്ദേഹം സർക്കാരിനു വേണ്ടി കേസ് വാദിച്ച് ജയിച്ചു. സൈലൻറ്റ് വാലി കേസിൽ ലോഗൻ എടുത്ത നിലപാട് കർക്കശമായതുകൊണ്ടാണ് ആ പ്രദേശം സ്വകാര്യ വ്യക്തികളുടെ കയ്യിൽപ്പെടാതെ ഇന്നും നിലനിൽക്കുന്നത്. കേസ് അവസാനിച്ചപ്പോൾ ലോഗൻ വീണ്ടും മലബാർ കളക്ടറായി. 1888 വരെ അദ്ദേഹം കളക്ടർ മജിസ്ട്രേറ്റ് സ്ഥാനത്തുണ്ടായിരുന്നു. ഇതിനിടെയാണ് ഇന്ത്യൻ ഗവൺമെൻറ് ഇന്ത്യ ഗസ്റ്റിയറും ഓരോ ജില്ലയുടെയും വിവരങ്ങളടങ്ങിയ ജില്ലാ മാനുവലുകളും പ്രസിദ്ധീകരിച്ചത്. മലബാറിനെക്കുറിച്ചുള്ള മാനുവൽ തയ്യാറാക്കാനാണ് ചുമതല ജില്ലാ കളക്ടറായ ലോഗന് ലഭിച്ചത്. 1887 അദ്ദേഹത്തിൻ്റെ ആദ്യ വോള്യം പുറത്തിറങ്ങുകയും ചെയ്തു. തൻ്റെ ഗ്രന്ഥത്തിന് ലോഗൻ കൊടുത്ത പേര് മലബാർ എന്നാണെങ്കിലും മലയാളികൾക്കിടയിൽ അന്നും ഇന്നും ആ ഗ്രന്ഥം അറിയപ്പെടുന്നത് മലബാർ മാനുവൽ എന്ന പേരിലാണ്. മലബാറിൻ്റെ മനസ്സ് തിരിച്ചറിഞ്ഞ ഭരണാധികാരിയായിരുന്നു വില്യം ലോഗൻ. തൻ്റെ യൗവനം ചെലവഴിച്ച നാടിനെയും നാട്ടുകാരോടും സംസ്കാരത്തോടും ഏറെ സ്നേഹം കാത്തുസൂക്ഷിച്ചു. ജന്മിക്കായി പണിയെടുക്കുന്ന കുടിയാന് മണ്ണിൻ്റെ അവകാശം നൽകണമെന്ന ശുപാർശ ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ കൂടിയായ്മ കമ്മീഷൻ റിപ്പോർട്ട് ചരിത്രത്തിൽ ഇടം നേടി. 1888 നവംബർ
ജോലി രാജിവെച്ച് ജന്മനാട്ടിലേക്ക് മടങ്ങിയ ലോഗൻ 1914 ഏപ്രിൽ 3 അന്തരിച്ചു.